നമസ്കാരം. പ്രധാന വാർത്തകൾ. തർക്കങ്ങൾക്കൊടുവിൽ വി ഡി സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മൂന്നാം നാൾ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പ്രോടൈം സ്പീക്കറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ വകുപ്പുകൾ അടങ്ങിയ അന്തിമ പട്ടിക ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് കൈമാറി. എരുമപ്പെട്ടി മുട്ടിക്കലിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കോട്ടപ്പുറം സ്വദേശി 66 വയസ്സുള്ള രാജനാണ് മരിച്ചത്. പരിക്കേറ്റ രാജനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമി ഏറ്റെടുക്കൽ തീരുമാനം റദ്ദാക്കിയെന്നും പോലീസ് കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശ നൽകുമെന്നും മുഖ്യമന്ത്രി. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നവംബർ 30 വരെ നീട്ടാനും സർക്കാർ തീരുമാനം. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന സുപ്രീം കോടതി വിധി ആശ്വാസം നൽകുന്നതാണെന്ന് തെരുവുനായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാർത്തിയേനിയുടെ മകൻ മണിയൻ. കുടുംബത്തിനും കടിയേറ്റ ദേവദാസിനും സർക്കാരിൽ നിന്നും പ്രഖ്യാപിച്ച ധനസഹായങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നും മണിയൻ. വാർത്തകൾ വിശദമായി. തർക്കങ്ങൾക്കൊടുവിൽ വി ഡി സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ മൂന്നാം നാൾ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പ്രോടൈം സ്പീക്കറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ വകുപ്പുകൾ അടങ്ങിയ അന്തിമ പട്ടിക ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് കൈമാറി. ഫിഷറീസ് വകുപ്പ് ഷിബു ബേബി ജോണിന് നൽകണമെന്ന ലത്തീൻ സഭയുടെ ആവശ്യം പരിഗണിച്ചില്ല. വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെയാണ് നൽകിയത്. VE അബ്ദുൾ ഗഫൂറാണ് ഫിഷറീസ് മന്ത്രി. ലീഗ് കോൺഗ്രസിന് കൈമാറിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റോജി M ജോണിനാണ്. M ലിജുവിന് എക്സൈസിനൊപ്പം സഹകരണ വകുപ്പും ലഭിച്ചു. അവസാന നിമിഷം വരെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉറപ്പിച്ച റവന്യൂ വകുപ്പ് AP അനിൽകുമാറിന് ലഭിച്ചു. പകരം സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പ് നൽകി. പരിസ്ഥിതി പാർലമെന്ററി കാര്യ വകുപ്പുകളും സണ്ണി ജോസഫിനാണ്. ദേവസ്വം K മുരളീധരന് നൽകില്ലെന്ന അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും ആരോഗ്യം ദേവസ്വം വകുപ്പുകൾ അദ്ദേഹം ഉറപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. 39 വകുപ്പുകൾ. സാധാരണ മുഖ്യമന്ത്രിമാർ വഹിക്കുന്ന വകുപ്പുകൾക്ക് പുറമെ കനപ്പെട്ട ധനവും നിയമവും തുറമുഖവും PRDയും മുഖ്യമന്ത്രിക്കാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആഭ്യന്തരം വിജിലൻസ് വകുപ്പുകൾക്ക് പുറമെ കയർ വകുപ്പും ലഭിച്ചു. തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഏക മന്ത്രി OJ ജനീഷിന് യുവജനക്ഷേമം, സ്പോർട്സ്, രജിസ്ട്രേഷൻ, മൃഗശാല, മ്യൂസിയം എന്നീ വകുപ്പുകളുടെ ചുമതലയാണ്. വകുപ്പ് വിഭജനത്തിൽ തർക്കമില്ലെന്നും അതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയാണെന്നുമായിരുന്നു മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. ബിന്ദു കൃഷ്ണ വനിതാ ശിശുക്ഷേമം, തൊഴിൽ, ക്ഷീരവികസനം, PC വിഷ്ണുനാഥ് സാംസ്കാരികം, ടൂറിസം, റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസം, T സിദ്ദിഖ് കൃഷി, KA തുളസി പട്ടിക വിഭാഗം, പിന്നോക്കക്ഷേമം എന്നിങ്ങനെയാണ് മറ്റ് കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകൾ. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT, AI കൈത്തറി, KM ഷാജി തദ്ദേശ സ്വയംഭരണം, PK ബഷീർ പൊതുമരാമത്ത്, N ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം, ഹജ്ജ് എന്നിവരാണ് മുസ്ലിം ലീഗിലെ മറ്റു മന്ത്രിമാർ. മറ്റ് ഘടകകക്ഷികളിലെ മന്ത്രിമാരായി ഷിബു ബേബി ജോൺ വനം, മോൻസ് ജോസഫ് ജലവിഭവം, അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, CP ജോൺ ഗതാഗതം എന്നിവരും ചുമതലയേൽക്കും. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനവും റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കൽ തീരുമാനം റദ്ദാക്കി. പോലീസ് കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശയും സമർപ്പിക്കുമെന്നും മഞ്ഞക്കുറ്റി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷൻ 2031 നടപ്പിലാക്കും. 100 ദിവസത്തെ കർമ്മ പദ്ധതി അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കും. പത്മ പുരസ്കാരം ശുപാർശ സമർപ്പിക്കാൻ സമിതി നിർമ്മിക്കും. സിൽവർ ലൈനിന് പകരം സ്പീഡ് കോറിഡോർ, അതിവേഗ ഇടനാഴി എന്നിവയും പരിഗണനയിലുണ്ട്. പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് സിൽവർ ലൈൻ വേണ്ടെന്ന് വെച്ചതെന്നും UDF സബ് കമ്മിറ്റി പഠിച്ച് വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി വേണ്ടെന്ന് വെച്ചതെന്നും സതീശൻ പറഞ്ഞു. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടി. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന ലിസ്റ്റുകൾ നവംബർ 30 വരെ നീട്ടും. UDF പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വകുപ്പുകൾക്ക് വിഭജിച്ച് നൽകി. വന്ദേമാതരം മുഴുവൻ പാടിയത് ലോക്ഭവൻ നിർദ്ദേശപ്രകാരമാണ്. വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്ന കാര്യം അറിയില്ലായിരുന്നു. സംഘടിപ്പിച്ചത് രാജ്ഭവനാണ്. വേദിയിൽ വെച്ചാണ് ഇത് അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഇതൊന്ന് പണയപ്പെടുത്താനോ മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാതെ ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വിഷമിക്കുകയാണ്.
സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുടെ സ്വഭാവം അനുസരിച്ച് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കോടതിയാണ് അത് അനുമതി നൽകേണ്ടത്. ഗവൺമെൻറ് അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതി കോൺക്രീറ്റ് തൂണുകൾ ഓർമ്മയായി. LDF കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതി പുതിയ UDF സർക്കാർ റദ്ദാക്കിയതോടെയാണ് വിവിധ പ്രദേശങ്ങളിൽ ഇറക്കിയ മഞ്ഞക്കുറ്റികൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട മേഖലയിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയെങ്കിലും 4 വർഷങ്ങളായി കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഇറക്കിയ കോൺക്രീറ്റ് തൂണുകൾ ഇപ്പോഴും കളിസ്ഥലത്തിന് തടസ്സമായി കൂട്ടിയിട്ട നിലയിലാണ്. ഇതിനിടയിൽ നിരവധി പ്രതിഷേധങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നുവെങ്കിലും പരിഹാരമായില്ല. പിണറായി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി കൊണ്ടുവന്നതാണ് തിരുവനന്തപുരം കാസർകോട് സെമി ഹൈസ്പീഡ് റെയിൽവേക്കായുള്ള സിൽവർ ലൈൻ പദ്ധതി. എന്നാൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് LDF സർക്കാരിന്റെ കാലത്ത് നടന്നത്. പരിസ്ഥിതി ആഘാതവും അപ്രായോഗികതയും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. പലർക്കും വീട് നഷ്ടപ്പെടുന്ന ആശങ്ക വലിയ ഭീതിയായി മാറുകയും സ്ഥലത്തിന്റെയും വീടിന്റെയും വില കുറഞ്ഞതോടെ വലിയ മാനസിക പ്രയാസങ്ങളിലേക്ക് മാറുകയും ചെയ്തിരുന്നു. അധികാരത്തിലെത്തിയാൽ പദ്ധതി റദ്ദാക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് UDF പ്രഖ്യാപനം. അധികാരത്തിലെത്തി 2ാം മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പദ്ധതി റദ്ദാക്കിയതോടെ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ തുക ചെലവാക്കി ഇറക്കിയ കോൺക്രീറ്റ് തൂണുകൾ നോക്കുകുത്തികളായി മാറി. അമ്പലപ്പുഴയിൽ നിന്ന് UDF പിന്തുണയുള്ള സ്വതന്ത്രനായി വിജയിച്ച G. സുധാകരൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടേം സ്പീക്കറായി നിയോഗിക്കപ്പെട്ടതിനാൽ ഇന്ന് ഗവർണർക്ക് മുന്നിലായിരുന്നു G. സുധാകരന്റെ സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. വീണ്ടും MLA ആയി സഭയിൽ എത്തുന്നതിൽ സന്തോഷമെന്നാണ് സുധാകരൻ പ്രതികരിച്ചത്. തനിക്ക് മുന്നിൽ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന ചർച്ചകളിൽ താൽപര്യമില്ല. രാഷ്ട്രീയത്തിൽ താൻ ശത്രുത സൂക്ഷിക്കാറില്ല. CPMന്റെ തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിണറായിക്കും MV ഗോവിന്ദനും ഒഴിയാനാകില്ലെന്നും സുധാകരൻ പ്രതികരിച്ചു. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് താൻ തീരുമാനിച്ചു. സ്വതന്ത്രനായി മത്സരിച്ചു. 63 വർഷത്തോളം പാർട്ടിയിൽ പ്രവർത്തിച്ചയാളാണ് താൻ. പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി രാജിവെക്കുകയോ പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. അംഗത്വം താൻ പുതുക്കിയില്ലെന്നും G. സുധാകരൻ പറഞ്ഞു. എരുമപ്പെട്ടി മുട്ടിക്കലിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എരുമപ്പെട്ടി കോട്ടപ്പുറം സ്വദേശി 66 വയസ്സുള്ള രാജനാണ് മരിച്ചത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മുട്ടിക്കൽ ഷാപ്പിന് സമീപമുള്ള വളവിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് 1:15 അപകടം. പരിക്കേറ്റ രാജനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ടോറസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്കൂട്ടറിൽ ലോറി ഇടിക്കുകയായിരുന്നു. സ്കൂട്ടർ മറികടക്കുന്നത് കാണാൻ കഴിഞ്ഞില്ലെന്ന് ടോറസ് ലോറി ഡ്രൈവർ പറഞ്ഞു. ടോറസ് ലോറിക്കടിയിൽപ്പെട്ട സ്കൂട്ടറും യാത്രികനും 15 മീറ്ററോളം ദൂരത്തിൽ റോഡിൽ നിരങ്ങി നീങ്ങിയാണ് നിന്നത്. അപകടത്തിൽ രാജന്റെ ഒരു കാൽ ടോറസ് ലോറിയുടെ ചക്രം കയറി പൂർണ്ണമായി മറ്റുപോയെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഉടനെ വടക്കാഞ്ചേരി എക്സ് പ്രവർത്തകർ രാജനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കേരളത്തിന്റെ അഭിമാനമായ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വിജയഗാഥ നേരിട്ടറിയാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ പ്രവാഹം തുടരുന്നു. കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷന്റെ ഭാഗമായി ഉത്തരാഖണ്ഡിൽ നിന്നുള്ള കോർഡിനേറ്റർമാർ കുന്നംകുളത്തെ സുഭിക്ഷ ഹോട്ടലിൽ സന്ദർശനം നടത്തി. കേരളത്തിലെ മാതൃകാപരമായ കുടുംബശ്രീ സംരംഭങ്ങളുടെ പ്രവർത്തന രീതികൾ പഠിച്ച് അത് തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള സന്ദീപ്, ഉത്തർപ്രദേശിൽ നിന്നുള്ള ധീരേന്ദ്ര എന്നിവരടങ്ങുന്ന സംഘമാണ് കുന്നംകുളത്തെത്തിയത്. കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലുകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒന്നാണ് കുന്നംകുളത്തെ സുഭിക്ഷ ഹോട്ടൽ. സുഭിക്ഷ ഹോട്ടൽ കോർഡിനേറ്റർ അനിത സജിത്ത് സംഘത്തിന് ആവശ്യമായ വിവരങ്ങൾ വിശദീകരിച്ചു നൽകി. ഹോട്ടലിന്റെ പ്രവർത്തനക്രമം, വരുമാന നിയന്ത്രണ രീതികൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, അടുക്കളയിലെ പ്രവർത്തനങ്ങൾ എന്നിവ സംഘം നേരിട്ട് കണ്ട് മനസ്സിലാക്കി. കുടുംബശ്രീയുടെ വിജയകരമായ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പഠന സംഘങ്ങളെ ആകർഷിക്കാറുണ്ട്. ഒരു ജനകീയ പ്രസ്ഥാനം എങ്ങനെയാണ് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉപജീവനമാർഗവും ഒരുക്കുന്നത് എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കേരളത്തിലെ ജനകീയ ഹോട്ടലുകൾ. ഈ സന്ദർശനത്തിലൂടെ ലഭിച്ച അറിവുകൾ മധ്യപ്രദേശ്, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവതരിപ്പിക്കാനാണ് സംഘത്തിന്റെ തീരുമാനം. How they are using alternatives of LPG for the better utilization of the cost effective, since this is a community led and community for the serving of the community. They are
providing the meal at the cheaper rate, which is 30 rupees per plate of the meal. And how they are managing their profit and cost management here. So we got an understanding, and it's a very viable model, which is inspiration for the community kitchen type of model where people are getting cheaper food on their day-to-day basis. കുന്നംകുളത്തെ സന്ദർശനത്തിന് ശേഷം കൊച്ചി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം സമൃദ്ധി ഹോട്ടലിലും സംഘം സന്ദർശനം നടത്തും. സംസ്ഥാനങ്ങളുടെ അതിരുകൾ ഭേദിച്ച് ഇന്ത്യയിലുടനീളം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ കുടുംബശ്രീക്ക് കഴിയുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളെന്നും വിലയിരുത്തപ്പെടുന്നു. സൈക്കിളിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ആളെ മർദ്ദിച്ചതായി പരാതി. പാലയൂർ കറുപ്പം വീട്ടിൽ ബാബുവിനെയാണ് ഇന്നലെ രാവിലെ 6 മണിയോടെ ചാവക്കാട് സെന്ററിൽ വെച്ച് മർദ്ദിച്ചത്. ചില്ലുഗ്ലാസ് കൊണ്ട് മുഖത്തടിയേറ്റ ബാബു താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ലോട്ടറി ടിക്കറ്റിന്റെ നമ്പറിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ അസഭ്യം പറഞ്ഞ് ചായ ഗ്ലാസ് കൊണ്ട് മണത്തല പള്ളിത്താഴം സ്വദേശി അകാരണമായി അടിക്കുകയായിരുന്നുവെന്ന് ബാബു പറയുന്നു. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 64-82 ഇദ്ദേഹം എടുത്തത്. അടിച്ച ആള് 83-ന് 1000 വെച്ചിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ 83 തരാണ്ട് നീ പറയണതിൽ തെറ്റൊന്നും ധരിക്കരുത്, ചായ ഗ്ലാസ് കൊണ്ട് അടിക്കുകയാണ് ചെയ്തത്. ഇവിടെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. പോലീസുകാരന്മാരൊക്കെ വന്നിട്ട് പല വിധത്തിലും ഇവിടെ അന്വേഷിച്ച് അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് അവൻ കയ്യുമ്മ ബാൻഡേജ് ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ചെയ്തത്. പോലീസുകാരെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്താവുമെന്ന് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ ടിക്കറ്റിന്റെ നഷ്ടം മരുന്നിന്റെയും വീടിന്റെ ചെറിയൊരു ചെലവുണ്ട്. അതൊക്കെ കൂടിയിട്ട് എനിക്ക് അവൻ നഷ്ടപരിഹാരമായിട്ട് എനിക്ക് തരണം. കുന്നംകുളം ബദരി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പുതിയ പ്രിൻസിപ്പാളായി ചുമതലയേറ്റ എം രാമദാസിനെ മനസ്സ് ഫോട്ടോ ക്ലബ്ബ് ആദരിച്ചു. ക്ലബ്ബ് ചെയർമാൻ ജയപ്രകാശ് ഇലവന്ത്ര പൊന്നാടയണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു. മനസ്സ് ഫോട്ടോ ക്ലബ്ബ് ജില്ലാ സെക്രട്ടറി അച്യുതൻ തലേക്കര, ഓപ്പൺ ഫോർ ന്യൂസ് സബ് എഡിറ്റർ ദിവിത കൃഷ്ണകുമാർ, ഓപ്പൺ ഫോർ ന്യൂസ് റിപ്പോർട്ടർ ശാലിനി സനീഷ് എന്നിവർ സംസാരിച്ചു. എം രാമദാസിന് പഠനം നടത്തിയ വിദ്യാലയത്തിൽ തന്നെ അധ്യാപകനായും പ്രധാനാധ്യാപകനായും സേവനമനുഷ്ഠിക്കാൻ സാധിച്ചുവെന്നത് അപൂർവതയായി. 1992 മുതൽ 34 വർഷക്കാലം ബദനിയിൽ അധ്യാപകനായ ശേഷമാണ് പ്രിൻസിപ്പൽ പദവിയിലേക്ക് രാമദാസ് മാസ്റ്റർ എത്തുന്നത്. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന സുപ്രീം കോടതി വിധി ആശ്വാസം നൽകുന്നതാണെന്ന് തെരുവുനായ കടിച്ചുകൊന്ന കാർത്തിയേനിയുടെ മകൻ മണിയൻ പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് 12-ാം തീയതിയാണ് വെള്ളറക്കാട് കൊല്ലൻപടി സ്വദേശിയായ കിഴക്കേപുരയ്ക്കൽ കാർത്തിയേനിയെ തെരുവുനായ കടിച്ചുകൊന്നത്. കിടപ്പുരോഗിയായ കാർത്തിയേനിയെ പേവിഷബാധയുണ്ടായിരുന്ന തെരുവുനായ വീടിനകത്തു കയറി ക്രൂരമായി കടിച്ചുകൊല്ലുകയായിരുന്നു. കിടപ്പുരോഗിയും മാനസികാസ്വാസ്ഥ്യമുള്ള ഇവരുടെ മകൻ ദേവദാസും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ദേവദാസിനെയും നായ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. ആക്രമണത്തെ തുടർന്ന് 2 ആഴ്ചയോളം പരിസര പ്രദേശത്തുള്ളവർ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്നുവെന്നും ഇന്നും തെരുവുനായ്ക്കളുടെ ശല്യം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും മണിയൻ പറഞ്ഞു. വീടിൻ്റെ അകത്ത് കിടന്നുറങ്ങുകയായിരുന്നു അമ്മേനെ ഈ പറഞ്ഞ പോലെ തെരുവുനായ അടിച്ചിട്ടാണ് അമ്മ മരണപ്പെട്ടുള്ളത്. ചേട്ടൻ അതുപോലെ തന്നെ ഗുരുതരാവസ്ഥയിൽ കുറച്ച് തരണം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ചികിത്സയിലാണ്. അതിനുശേഷം തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തെരുവുനായകൾ അടിച്ചിട്ട് അപകടം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സുപ്രീം കോടതി വിധി നമ്മളത് നല്ലൊരു കാര്യമായിട്ട് അംഗീകരിക്കുകയാണ്. ആ വിധിയെ നമ്മൾ എന്തായാലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നിര്യാണത്തിന് ശേഷം തന്നെ 2 ആഴ്ച 3 ആഴ്ച കാലത്തോളം ആളുകളൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല. അത്രയും വളരെ ഒരു ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കൊല്ലൻപടിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിലും ഇടവഴികളിലും വൻതോതിൽ കോഴിയറവ് അവശിഷ്ടങ്ങൾ തട്ടുന്നത് പതിവാണെന്നും ഇത് ഭക്ഷിക്കാനെത്തുന്ന നായ്ക്കളാണ് ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നതെന്നും മണിയൻ പറഞ്ഞു. അതേസമയം നായയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാർത്തിയായനിയുടെ കുടുംബത്തിനും കടിയേറ്റ ദേവദാസിനും സർക്കാരിൽ നിന്നും പ്രഖ്യാപിച്ച ധനസഹായങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നും മണിയൻ വ്യക്തമാക്കി. ഇതുവരെ ധനസഹായ കാര്യങ്ങളൊന്നും എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്ക് ഇലക്ഷൻ അതിൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ വരുന്ന ജില്ലാ കളക്ടർക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇതേമാതിരി തന്നെ ഒരു ധനസഹായ കാര്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. ഇപ്പോൾ അതുമാതിരി മാത്രമല്ല, എനിക്ക് ആണെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഏട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞ മാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തു പോരുന്നതൊക്കെ. എന്തായാലും നമ്മൾ ഈ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ആ വിധിയെ നമ്മൾ എന്തായാലും അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മരണാനന്തര ക്രിയകൾക്കായി പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 10,000 രൂപ മാത്രമാണ് സഹായമായി ലഭിച്ചതെന്നും മണിയൻ പറഞ്ഞു.
വേലൂർ തയ്യൂരിൽ റോഡ് പണിയുടെ ഭാഗമായി നിർമ്മിച്ച നീർച്ചാലിന്റെ കരിങ്കൽ ഭിത്തി തകർന്നു. നിർമ്മാണം കഴിഞ്ഞ ആദ്യ മഴയിൽ തന്നെ ഭിത്തി തകർന്നത് നിർമ്മാണത്തിലെ അപാകതയാണെന്ന് ആരോപിച്ച് പഞ്ചായത്ത് മെമ്പർ അൻസാർ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകി. റീടാറിംഗ് നടത്തിയ വേലൂർ റോഡിന്റെ പല ഭാഗങ്ങളിലും അപാകതയുണ്ടെന്ന പരാതി നിലനിൽക്കവെയാണ് റോഡരികിലെ നീർച്ചാലിന്റെ കരിങ്കൽ ഭിത്തി തകർന്നു വീണത്. പൊതുമരാമത്ത് റോഡ് വിഭാഗം ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചെങ്കിലും പുനർനിർമ്മിക്കാനാവശ്യമായ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്ന് പഞ്ചായത്ത് വാർഡ് മെമ്പർ അൻസാർ പറയുന്നു. നിർമ്മാണ പ്രവൃത്തിയിൽ ബാക്കി വന്ന കല്ലുകൾ കൂട്ടിയിട്ടതാണെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. എന്നാൽ അപാകതകൾ മറച്ചുവെച്ച് കരാറുകാരനെ സംരക്ഷിക്കുന്നതിനാണ് നിർമ്മാണ പ്രവൃത്തിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും അൻസാർ ആരോപിച്ചു. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഇന്നലെ ഒരു മഴയത്ത് ഈ സൈഡ് ഇടിഞ്ഞിട്ടുണ്ട്, കല്ലും മറ്റു സാധനങ്ങളും ഈ കാനയിലേക്ക് വീണിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോ സഹിതം വിത്ത് പരാതിയായിട്ട് ഓവർസിയറെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ ഈ കല്ല് ഇതിന്റെ പണിയോടനുബന്ധിച്ച് ബാലൻസ് വന്നിട്ടുള്ള കല്ലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഫോട്ടോ സഹിതം കാട്ടി കൊടുത്തിട്ട്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇതൊരു ടേണിംഗ് ആണ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ വലിയ ഭാരപ്പെട്ട വാഹനങ്ങൾ പോകും, സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യും. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയൊരു ഭീഷണി തന്നെയാണ് ഈ ഒരു സൈഡ് കെട്ടൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം വേണ്ട അധികാരികൾ എടുക്കണമെന്നാണ് ഈ പ്രദേശത്തുള്ള ഞങ്ങൾക്കും വാർഡ് മെമ്പർ എന്ന രീതിയിൽ എനിക്കും പറയാനുള്ളത്. തയ്യൂർ സ്കൂളിന് സമീപം അപകടകരമായ വളവുള്ള പ്രദേശത്താണ് വെള്ളച്ചാലിന്റെ കരിങ്കൽ ഭിത്തി തകർന്നിട്ടുള്ളത്. ഇത് പ്രദേശവാസികളിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കരിങ്കൽ ഭിത്തി നിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് വാർഡ് മെമ്പറും നാട്ടുകാരും ആവശ്യപ്പെട്ടു. അജിത് ആനക്കാക്കിൽ, രഞ്ജിത്ത്, ഷെഫീർ, സനൽകുമാർ, നവനീത്, ജിൽഷാദ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ദുബായിൽ 3 പേർക്ക് അവയവദാനം ചെയ്ത് ഗുരുവായൂർ സ്വദേശിനി ജെസ്സി യാത്രയായി. പരേതനായ വെള്ളറ ജോസ്മോന്റെ ഭാര്യ ജെസ്സി ദുബായിൽ മകൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച തലകറങ്ങി വീണതിനെ തുടർന്ന് ദുബായിലെ ആസ്റ്റർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ലണ്ടൻ, ദുബായ് എന്നിവിടങ്ങളിലെ കിങ്സ് കോളേജ് ഹോസ്പിറ്റലിൽ അവയവദാന നടപടികൾ പൂർത്തിയായി. 3 പേർക്ക് പുതുജീവൻ നൽകിയാണ് ജെസ്സി യാത്രയായത്. 63 വയസ്സായിരുന്നു. വ്യാഴാഴ്ച നാട്ടിലെത്തിക്കുന്ന മൃതദേഹം പൊതുദർശനത്തിന് ശേഷം 4:30 കാവീട് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്തും. ബ്രിറ്റോ, ബ്രിറ്റി എന്നിവർ മക്കളാണ്. പോർക്കുളം പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബ് ക്യാമ്പയിൻ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ സുഷ്മ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ്, വാർഡ് മെമ്പർമാരായ പ്രവീൺ കുമാർ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മൊബൈൽ ടെസ്റ്റിംഗ് ലാബിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ബാജു ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. കൃഷി അസിസ്റ്റന്റ് അജു മെറിൻ നന്ദി പറഞ്ഞു. വേലൂർ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് സംഘടിപ്പിക്കുന്ന ടാലന്റ് ഹണ്ട് 2026 മുണ്ടത്തിക്കോട് NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ KV ജോസ് അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ P തുളസി, സ്കൂൾ ഹെഡ് മിസ്ട്രസ് വീണ വേണുഗോപാലൻ, ശ്രീകൃഷ്ണ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ MK ഹരിനാരായണൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ KF ബെന്നി, സിനിമാ താരം ജോൺ ക്ലാരനറ്റ്, റിട്ടയേർഡ് ജോയിന്റ് BDO ശശി പുന്നൂർ എന്നിവർ സംസാരിച്ചു. ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് ഡയറക്ടർ ബിഞ്ചു ജേക്കബ് C സ്വാഗതവും ചീഫ് ഗ്രൂമർ സുവനീഷ് പട്ടാമ്പി നന്ദിയും പറഞ്ഞു. കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, നന്മയുള്ള, സ്നേഹമുള്ള കുട്ടിക്കൂട്ടത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടാലന്റ് ഹണ്ട് നടത്തിയത്. ഈ വ്യക്തിത്വ നൈപുണ്യ വികസന ശില്പശാലയിൽ പങ്കെടുക്കുന്നവർക്കായി വ്യത്യസ്ത വിഷയങ്ങളിലാണ് ക്ലാസുകൾ ഒരുക്കിയത്. കലാസാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ചവരുടെ ക്ലാസുകൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കഴിഞ്ഞ 7 വർഷങ്ങളായി വിവിധ സ്കൂളുകളിൽ ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. മുണ്ടത്തിക്കോട് NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. പാടൂർ GMUP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷം കളിച്ചുല്ലസിക്കാൻ ഷട്ടിൽ കോർട്ട് ഒരുക്കി. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെ 18-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് കളിസ്ഥലം നിർമ്മിച്ചിട്ടുള്ളത്. ഷട്ടിൽ കോർട്ടിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീഷ്മ ബാബുരാജ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലീർ കാര്യാട്ട്, റിനിത കബീർ, TM ബുഷ്ര, ലക്ഷ്മി മഹേഷ്, H ഫൈസൽ, EV പ്രബീഷ്, ശോഭന മുരളി, കരീം മലായ, സെക്രട്ടറി ഇൻചാർജ് KG ഷീബ, സ്കൂൾ പ്രധാന അധ്യാപകൻ CV സുഭാഷ്, PTA പ്രസിഡന്റ് തസ്നി ഷാഫി, SSG കൺവീനർ അഫ്സൽ പാടൂർ എന്നിവർ സംസാരിച്ചു.
തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അറബി ഭാഷാ പ്രചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ പൈതൃക സംരക്ഷണ പ്രാദേശിക സഞ്ചാരം നടത്തി. കൂനമുച്ചി സെന്റ് തോമസ് യു.പി. സ്കൂളിലെ അറബി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രാദേശിക സഞ്ചാരം സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ പ്രധാന അധ്യാപകൻ റോബിൻ CF സഞ്ചാര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പൈതൃക സംരക്ഷണ കേന്ദ്രങ്ങളായ കണ്ടാണിശ്ശേരിയിലെ മുനിയറ, സാഹിത്യകാരൻ കോവിലന്റെ ഭവനകുടീരം, കുടക്കല്ല് തുടങ്ങിയ സ്ഥലങ്ങളാണ് പൈതൃക സംരക്ഷണ പ്രാദേശിക സഞ്ചാര പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. മുനിയറയിൽ നടന്ന പൈതൃക സംരക്ഷണ സെമിനാർ കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം സെഫീറ അസീസ് ഉദ്ഘാടനം ചെയ്തു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജു പൈതൃക സംരക്ഷണ പ്രദേശങ്ങളെ അധികരിച്ച് വിഷയാവതരണം നടത്തി. രക്ഷിതാക്കളായ ആർക്കാസ്, മൊഹസീന, സൈന, ഷംന ഷമീർ എന്നിവർ സംസാരിച്ചു. അറബി വിദ്യാർത്ഥികളായ അദീവ, ഇൻഹ, ഹംദാൻ, മിൻഹ, റഹ്മ, റൈഹാൻ, സൻഹ, ലിയ സ്വലാഹ് എന്നിവർ സംവാദത്തിനും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനും നേതൃത്വം നൽകി. മേജർ PJ സ്റ്റൈജു പൈതൃക സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അറബി അധ്യാപികയായ MK ആത്തിക ബീവി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള 50-അംഗ സംഘമാണ് പ്രാദേശിക സഞ്ചാര പരിപാടിയിൽ പങ്കെടുത്തത്. വനിതാ ശിശുവികസന വകുപ്പ് ICDS ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോഷൻ പക്വാട 2026ന്റെ ഭാഗമായി കളിയിലൂടെ വിദ്യാഭ്യാസം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷഹർബാൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VM സാഹിദ്, MJ മേരി, KJ ചാക്കോ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലതിക തുളസീദാസ്, പ്രബീന സത്യൻ, സഫീന, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CA വർഗീസ്, ICDS സൂപ്പർവൈസർ പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി അധ്യാപകരുടെ നേതൃത്വത്തിൽ പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷ്യമേളയും ഉണ്ടായി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ബാലജന സംഘടനയായ മജ്ലിസ് അത്ഫാലുൽ അഹമ്മദിയയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന അവധിക്കാല പഠന ക്യാമ്പ് സമാപിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലാതലത്തിൽ ചാവക്കാട് കടപ്പുറത്തും ഗുരുവായൂർ ആനക്കോട്ടയിലും പഞ്ചാരമുക്കിലെ അഹമ്മദിയ മസ്ജിദായ ബൈത്തുന്നൂറിലുമായാണ് 2 ദിവസങ്ങളിലായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. സമാപന സമ്മേളന ഉദ്ഘാടനവും ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും തൃശൂർ പാലക്കാട് ജില്ലാ യുവജന സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ അത്തിഫ് അഹമ്മദ് നിർവഹിച്ചു. ജില്ലാ ബാലജന സംഘടനാ പ്രസിഡന്റ് മൗലവി സയ്യിദ് അഹമ്മദ് അധ്യക്ഷനായി. നേരത്തെ ക്യാമ്പിന്റെ ഉദ്ഘാടനം തൃശൂർ പാലക്കാട് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണീൻ തരുവിഴാംകുന്ന് നിർവഹിച്ചു. മൗലവി കമറുദ്ദീൻ, മൗലവി നൌഷാദ്, മൗലവി മുഹമ്മദ് സലീം, മൗലവി റഹീം അഹമ്മദ്, മൗലവി ഫസൽ അഹമ്മദ്, മുസദിഖ് മുറിയക്കണ്ണി, അബ്ദുൽ ഹമീദ് ചാവക്കാട് എന്നിവർ വിവിധ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ വിവിധ വിവരണങ്ങളും ശ്രദ്ധേയമായി. ചാവക്കാട്, കേച്ചേരി, ആളൂർ, ചേലക്കര, മണ്ണാർക്കാട്, കാവശ്ശേരി, കൊടുവായൂർ, പാലക്കാട്, മുറിയക്കണ്ണി, തിരുവിഴാംകുന്ന്, അലനല്ലൂർ, എടത്തനാട്ടുകര, പള്ളിപ്പുറം എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. പഠന ക്ലാസുകൾക്കൊപ്പം വൈവിധ്യമാർന്ന കലാപരിപാടികളും കായിക മത്സരങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് തല സംഗമം സംഘടിപ്പിച്ചു. ചേറ്റുവ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന സംഗമം സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം VV ചിദംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷനായി. സെക്രട്ടറി KA വിശ്വംഭരൻ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ഭാവി പരിപാടികളും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് TN ലെനിൻ, ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PV ദിലീപ് കുമാർ, അരവിന്ദൻ പണിക്കശ്ശേരി, ജില്ലാ കൌൺസിൽ അംഗം TA മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. താലൂക്കിലെ ലൈബ്രറികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിൽ അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,515 രൂപ, പവന് 1,16,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം. പൂവത്തൂരിലെ INTUC ചുമട്ടുതൊഴിലാളിയായ വാഴപ്പുള്ളി വേലായുധൻ മകൻ രതീഷ് നിര്യാതനായി. 44 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് എളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടത്തും. ആദിത്യൻ, ആദർശ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തർക്കങ്ങൾക്കൊടുവിൽ VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3-ാം നാൾ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പ്രോടൈം സ്പീക്കറുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായി മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിമാരുടെ വകുപ്പുകൾ അടങ്ങിയ അന്തിമ പട്ടിക ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് കൈമാറി.
എരുമപ്പെട്ടി മുട്ടിക്കലിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കോട്ടപ്പുറം സ്വദേശി 66 വയസ്സുള്ള രാജനാണ് മരിച്ചത്. പരിക്കേറ്റ രാജനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമി ഏറ്റെടുക്കൽ തീരുമാനം റദ്ദാക്കിയെന്നും പോലീസ് കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശ നൽകുമെന്നും മുഖ്യമന്ത്രി. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നവംബർ 30 വരെ നീട്ടാനും സർക്കാർ തീരുമാനം. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാമെന്ന് സുപ്രീം കോടതി വിധി ആശ്വാസം നൽകുന്നതാണെന്ന് തെരുവുനായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാർത്തിയേനിയുടെ മകൻ മണിയൻ. കുടുംബത്തിനും കടിയേറ്റ ദേവദാസിനും സർക്കാരിൽ നിന്നും പ്രഖ്യാപിച്ച ധനസഹായങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നും മണിയൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.